ഈ സസ്യബുക്ക്, മാംസബുക്ക്, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ദുരന്ത ബുക്ക് എന്ന നിലയിൽ മലയാളികളെ നരവംശ ശാസ്ത്രം അടയാളപ്പെടുത്തുന്ന കാലത്തിലേക്കാണ് ഈ കമ്മിക്കുലം കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ സമയ തൊഴിൽ രഹിതനാവും മുന്നേ ഈ പോങ്ങനൊരു ശമ്പളക്കാരനായിരുന്നു. യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ ശമ്പളക്കാരനാവേണ്ട ദുർഗതി പോങ്ങനെ വന്ന് പിടികൂടിയെന്നും പറയാം. പകൽ മുഴുവനുമുള്ള എന്റെ സമയത്തെയും ജീവിതത്തെയും വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം തൊഴിലിന് ഒറ്റുകൊടുത്ത ഒരു മഹാഹീനനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോങ്ങൻ. അങ്ങനെ ഒരു തിരിച്ചറിവ് വന്ന് ഈയുള്ളവനെ ഒരു മുഴുവൻ സമയ തൊഴിൽ രഹിതനാക്കാൻ ഏതാണ്ട് ഒരു 2.5 പതിറ്റാണ്ട് കാലം വേണ്ടി വന്നു. അത്രയും കാലത്തോളം ശമ്പളക്കാരനായി കഴിഞ്ഞു. എങ്കിലും കുടുംബത്തെയും കുട്ടികളെയും മറന്ന് സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ നമ്മുടെ സംസ്ഥാന ഖജനാവിന്റെ നിറവിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന കേരളീയ മദ്യപ സേനയിൽ ദീർഘകാലം ഒരു എളിയ കുടിയനായി സേവനമനുഷ്ഠിക്കാൻ വേണ്ടുന്ന സാമ്പത്തികോർജ്ജം പോങ്ങന് നൽകിയിരുന്നത് ആ മാസ ശമ്പളമായിരുന്നു എന്ന സത്യം തീർച്ചയായും പോങ്ങൻ മറച്ചുവെക്കുന്നില്ല. KDF അഥവാ കേരള ഡ്രങ്കഡ് ഫോഴ്സ് എന്ന കേരളീയ മദ്യപ സേനയിൽ അർപ്പിത ബുദ്ധിയോടുകൂടി സേവനമനുഷ്ഠിച്ച പോങ്ങൻ പക്ഷേ കേണലാവാൻ നിന്നില്ല. കുടിസേവനം ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ വരെ എത്തിയപ്പോൾ പോങ്ങൻ സ്വയം നിർബന്ധിത വിരമിക്കലിന് വിധേയപ്പെട്ടു. മദ്യത്തിൽ നിന്നും മാർക്സിസത്തിൽ നിന്നും ഒരുപോലെ മുക്തി നേടിയ പോങ്ങൻ സ്വന്തം ജീവിതത്തിന്റെ ലഫ്റ്റനന്റ് കേണലായി സ്വയം നിയമിതനായി. എങ്കിലും കേരളീയ ഖജനാവിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മുതൽക്കൂട്ടാവുന്ന നിലയിൽ ദീർഘകാലം കേരള മദ്യപ സേനയിൽ സേവനം തുടരാൻ പോങ്ങനെ പ്രാപ്തനാക്കിയവരിൽ പരസ്യ കമ്പനിക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേര്. കുറഞ്ഞതൊരു 1.5 പതിറ്റാണ്ട് കാലമെങ്കിലും പോങ്ങൻ സ്വബോധത്തോടെ, അത് എടുത്തു പറയണം, കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒട്ടും തന്നെ ബോധമില്ലാതെയാണ് അവിടെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, സ്വബോധത്തോടെ തന്നെ പരസ്യരംഗത്ത് പ്രവർത്തിച്ച ഒരുവനാണ് പോങ്ങൻ. അതുകൊണ്ട് തന്നെ പരസ്യത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രഹസ്യം പോങ്ങൻ അറിയാം. അത് ഒരു അവകാശവാദമല്ല, തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരുവിധം ധാരണയുണ്ട്. പരസ്യം ഏതൊക്കെ നിലയിൽ പരസ്യദാതാവിന് പ്രയോജനം ചെയ്യുമെന്നും പരസ്യദാതാവിനോട് ഈ മാധ്യമങ്ങൾ ഏത് നിലയിലുള്ള മനോഭാവം സ്വീകരിക്കുമെന്നും ഒക്കെ അടുത്തറിയാൻ തീർച്ചയായിട്ടും പോങ്ങന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരസ്യം പൊതുജനങ്ങളെ സ്വാധീനിക്കുന്നത് എത്തരത്തിലാണെന്നും പോങ്ങന് നല്ല പിടിയുണ്ട്. ശീതീകരണിയിൽ തണുത്തുറഞ്ഞിരിക്കുന്ന അമേരിക്കൻ വിഷക്കോള വാങ്ങി അണ്ണാക്കിലൊഴിക്കാനുള്ള ദാഹം കുക്കുളിരൻ മഴക്കാലത്ത് പോലും മലയാളികളിൽ ഉണരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരസ്യങ്ങളുടെ കരുത്താണ്. പക്ഷേ പരസ്യങ്ങളുടെ ആ കഴിവല്ല പലപ്പോഴും പൊതുസമൂഹത്തിന് ഉപദ്രവമാകുന്നത്. വിഷക്കോള കുടിച്ചാൽ വ്യക്തികളുടെ തടിക്ക് മാത്രമേ കേടുവരൂ. എന്നാൽ പരസ്യദാതാവിനോട് മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരുതരം വിധേയത്വമുണ്ട്, അല്ലെങ്കിൽ അധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരുതരം ആദരവ്. സാമൂഹ്യ ശരീരത്തിന് വളരെ അപകടം ചെയ്യുന്നത് അതാണ്. സത്യവും ധർമ്മവും നീതിയും ന്യായവും ഒക്കെ നിഷ്പ്രയാസം തോറ്റുപോകുന്നത് അവിടെയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ആശുപത്രിക്ക് ചെറിയൊരു ചികിത്സാ പിഴവ് സംഭവിക്കുന്നു എന്ന് കൂട്ടുക. അതും അപാരമായ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരു പിഴവ്. മനഃപൂർവമോ എന്ന് തോന്നിക്കാൻ പോലും ഇട നൽകുന്നത്ര രൂക്ഷമായ അലസത കൊണ്ട് സംഭവിച്ച ഒരു പാകപ്പിഴ, അതായത് പാതകമെന്ന് കാണാവുന്ന ഒരു തരം പിശക്. ആ പിഴവിന്റെ അല്ലെങ്കിൽ ആ പിശകിന്റെ അനന്തരഫലമായി രോഗി ആപാത ചൂടം അന്തരിക്കുന്നു. മിച്ചമില്ലാത്ത വിധം, തിരിച്ചുവരവ് ഇല്ലാത്ത വിധം മരിച്ചു പോകുന്നു. സ്വാഭാവികമായും അതൊരു വാർത്തയാണ്, അല്ലെങ്കിൽ കൂറ്റനൊരു വാർത്തയാവേണ്ട സംഗതിയാണത്. എന്നാൽ ആ ആശുപത്രി വലിയൊരു പരസ്യം നൽകുന്നു, വലിയ തുകയ്ക്കുള്ളൊരു പരസ്യം. ആ വലിയ പരസ്യത്തോടുകൂടി ചരമകോളത്തിലെ ഒരു കോളം 5 സെന്റിമീറ്റർ വലിപ്പം മാത്രമുള്ള ഒരു വാർത്തയായി, ഒരു ചരമ വാർത്തയായി ആ പാതകം ചുരുങ്ങും. ചിലപ്പോൾ ചരമകോളത്തിൽ പോലും ആ രോഗിയുടെ മരണം ഇടം പിടിക്കണമെന്നില്ല. അതാണ് സത്യം. ആശുപത്രിയുടെ പിഴവിനെ സമൂഹത്തിൽ നിന്ന് മറയ്ക്കുക എന്ന അധർമ്മം പരസ്യക്കൂലി വാങ്ങിയ മാധ്യമ സ്ഥാപനത്തിന്റെ ധർമ്മമായി പിന്നെ അങ്ങോട്ട് മാറും. അനീതികൾ മറച്ചുകൊണ്ട് അധർമ്മത്തെ ധർമ്മമായും പെരുങ്കള്ളത്തെ പരമസത്യമായും അവതരിപ്പിച്ച് പൊതുസമൂഹത്തെ കബളിപ്പിക്കുകയാണ് ഓരോ മാധ്യമ സ്ഥാപനവും ഈ നവസാമൂഹ്യ മാധ്യമ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇത്രയും പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം പോകാൻ ഇനി പറയാം. ഇന്ന് കണ്ട ഒരു പരസ്യമാണ് ഈ സംസാരത്തിന് പ്രേരണയായത്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ക്ഷണിക്കുന്ന ഒരു സർക്കാർ പരസ്യം, അതും ബഹുവർണ്ണത്തിൽ. ഈ ബഹുവർണ്ണം എന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. കറുപ്പും വെളുപ്പും മാത്രമായി കൊടുക്കുന്നതിൻ്റെ നേറിരട്ടി തുകയാണ് ബഹുവർണ്ണ പരസ്യത്തിനായി പത്രമാധ്യമങ്ങൾ ഈടാക്കുന്നത്. അപ്പോൾ അതൊരു പാഴ്ചെലവാണ്. എന്ന് മാത്രവുമല്ല, വർണ്ണാന്ധതയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് വേണ്ടത്ര മനസ്സിലാവുകയുമില്ല. ആ നിലയ്ക്കും അത് തീർച്ചയായിട്ടും ഒരു പാഴ്ചെലവാണ്. എന്തായാലും ഇന്നത്തെ സർക്കാർ പരസ്യം
ഈ ക്വാർട്ടർ പേജ് എന്ന അളവിൽ പെടുന്നതാണ്. ക്വാർട്ടർ പേജ് കളർ. കേരളമാകെ ആ പരസ്യം കൊടുക്കാൻ 27 മുതൽ 30 ലക്ഷം രൂപ വരെ തീർച്ചയായിട്ടും ചെലവാക്കണം. മറ്റു പത്രങ്ങളിൽ അല്പം കൂടി കുറയും. പോങ്ങൻ കണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രചാരമേറിയ, ഏറ്റവും കൂടുതൽ എഡിഷനുകളുള്ള പത്രമാണ്. സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഒരല്പം കൂടി കുറയും മറ്റു പത്രങ്ങളിൽ. എങ്കിൽ പോലും ഈ പത്രത്തിൽ 30 ലക്ഷത്തോളം രൂപ തീർച്ചയായിട്ടും കൊടുക്കണം. അത്തരം ഒരു പരസ്യം ആ പത്രത്തിൽ പതിക്കാൻ. ഈ പരസ്യ യാചന ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഒരു 27-30 ലക്ഷം രൂപ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഖജനാവിൽ കണ്ടേനെ. ആ തുക കൊണ്ട് എത്രയോ ആളുകളുടെ ദുരിതത്തിനുള്ള ആശ്വാസം തീർച്ചയായിട്ടും കാണാമായിരുന്നു, അല്ലേ? സാമൂഹ്യ ബോധവും പൗരബുദ്ധിയും ജനാധിപത്യ ചിന്തയും ഒക്കെ ഉള്ള, സഹജീവി സ്നേഹം നല്ലോണം മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവായിരുന്നു ഇന്ന് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു ദുഷ്ട ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സനുവദിക്കില്ല. ഉറപ്പല്ലേ? ഏതു പരസ്യവും എന്തെങ്കിലും ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. എന്താണ് ഈ പരസ്യത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന ലാഭം? എന്ത് ലാഭം നോക്കിയിട്ടാണ് ഈ പരസ്യം ചെയ്തിരിക്കുന്നത്? പരസ്യത്തിന് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തൽ, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഉറപ്പാണ്. പരസ്യം എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും പല പരസ്യങ്ങളും സംഭവിക്കുന്നത്. എന്നാൽ ഈ പരസ്യത്തിലൂടെ എന്താണ് സർക്കാർ പരിചയപ്പെടുത്തുന്നത്? വയനാട്ടിലേക്ക് ദുരന്തം വന്നത് ഒളിച്ചും പാത്തുമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആ ദുരന്തത്തിന് ആവശ്യമില്ല. പിന്നെ ഈ ദുരിതാശ്വാസ നിധിയെയാണോ പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്? എങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല എന്നാണ് പോങ്ങനെ തോന്നുന്നത്. കാരണം ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകാനായി ഒരുമാതിരി വേഴാമ്പൽ ശൈലിയിൽ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ധനപ്പെയ്ത്ത് കാത്തിരിക്കുന്ന കാര്യം അറിയാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ ദുരന്തത്തിൽ ജീവനഷ്ടം സംഭവിച്ചവർ മാത്രമായിരിക്കണം. എങ്കിൽ പോലും അവർ അതിനു മുൻപുള്ള നമ്മളുടെ പ്രളയം, കോവിഡ്, ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പും കണ്ടവർ തന്നെയായിരിക്കും മണ്ണിനടിയിൽ മറഞ്ഞു പോയത്. ഇഹലോകത്ത് ജീവനോടെ കഴിയുന്ന സകല മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? സാമ്പത്തികമായി ഇത്രയും ദുരിതത്തിൽ കഴിയുന്ന ഒരു സംസ്ഥാനം ഒരു പത്രത്തിന് മാത്രം 1/4 കോടിയിലധികം രൂപ മുടക്കി പരസ്യ യാചന നടത്തുന്നത് വകതിരിവില്ലായ്മ മാത്രമല്ല, വല്ലാത്തൊരു വെല്ലുവിളി കൂടിയാണത്. ജനാധിപത്യത്തോടും അതുപോലെ തന്നെ നീതിബുദ്ധിയും സാമാന്യ ബോധവും ഒക്കെ പേറുന്ന മലയാളികളായിട്ടുള്ള മനുഷ്യരോടും നടത്തുന്ന വെല്ലുവിളി. യാതൊരു പ്രതിഷേധവും കൂടാതെ എന്ത് അനീതിയും നിർനാണം സഹിക്കാൻ കഴിയുന്ന പ്രബുദ്ധ മലയാളികളുടെ വളരെ സവിശേഷമായ സ്വാർത്ഥ ബുദ്ധി നരവംശ ശാസ്ത്രജ്ഞർ വളരെ ഗൗരവത്തോടുകൂടി പഠനവിധേയമാക്കേണ്ടതാണ്. അങ്ങനെയാണ് പോകേണ്ട ഒരു അഭിപ്രായം. ഈ നരരൂപികളിൽ എത്രത്തോളം മനുഷ്യബുദ്ധി കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മാനവ കുലത്തിന് വലിയ ഗുണം ചെയ്തേക്കും എന്നാണ് പോകേണ്ട ഒരു മനസ്സിലാക്കൽ. ഈ സസ്യബുക്ക്, മാംസബുക്ക്, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ദുരന്ത ബുക്ക് എന്ന നിലയിൽ മലയാളികളെ നരവംശ ശാസ്ത്രം അടയാളപ്പെടുത്തുന്ന കാലത്തിലേക്കാണ് ഈ കമ്മിക്കുലം കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത ബുക്കുകളായിട്ടുള്ള തനി പരസ്യം തീനി മാധ്യമങ്ങളെ നിങ്ങൾക്കെൻ്റെ നമോഭാഗം. അതും കൂപ്പുവിരലുകളോടുകൂടിയുള്ള നമോഭാഗം.